ലാവയുടെ ലാവ ബ്ലേസ് NXT എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോൺ 9300 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ലാവ ബ്ലേസ് NXT എന്ന ഫോണിനെ പറ്റിയിട്ടാണ്. നമ്മൾ കാര്യങ്ങൾ 3 സെക്ഷനിലായിട്ടാണ് പറയാൻ പോകുന്നത്. ആദ്യത്തെ ഒരു സെക്ഷനിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ എടുത്തു പറയേണ്ട ഫീച്ചേഴ്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. രണ്ടാമത്തെ ഒരു സെക്ഷനിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വലിയ തരക്കേടില്ല എന്ന് തോന്നിയിട്ടുള്ള ഫീച്ചേഴ്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതുപോലെ തന്നെ മൂന്നാമത്തെ ഒരു സെക്ഷനിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിരാശപ്പെടുത്തി എന്ന് തോന്നിയിട്ടുള്ള ഫീച്ചേഴ്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ആദ്യം എടുത്തു പറയേണ്ട ഫീച്ചേഴ്സിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ 4 GB റാമും 64 GB ഇൻറ്റേർണലും വരുന്നുണ്ട്. അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എടുത്തു പറയേണ്ട ഫീച്ചേഴ്സിൽ ഉൾപ്പെടുത്താവുന്നതാണ്. 9300 രൂപ പ്രൈസ് റേഞ്ചിൽ പല ബ്രാൻഡുകളും 3 GB റാമും 32 GB ഇൻറ്റേർണലൊക്കെയാണ് കൊടുക്കാറ്. എന്നാൽ ഈ ഫോണിൽ 4 GB റാമും 64 GB ഇൻറ്റേർണലും കിട്ടുന്നുണ്ട്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. ഇനി ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വലിയ തരക്കേടില്ല എന്ന് തോന്നിയിട്ടുള്ള ഫീച്ചേഴ്സിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ബാറ്ററിയാണ്. 5000 mAh ബാറ്ററി ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. അത് തരക്കേടില്ലാത്തൊരു ബാറ്ററി സെറ്റപ്പാണ്. പിന്നെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ചെയ്യുന്നില്ല. 10 വാട്ടിൻ്റെ ചാർജിങ് സ്പീഡേ ഇതിൽ വരുന്നുള്ളൂ. ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ ഇപ്പോൾ ചില ഫോണുകളിലൊക്കെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് വരുന്നുണ്ട്. എന്നാലും 9300 രൂപ പ്രൈസ് റേഞ്ചിൽ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ചെയ്യാത്തത് വലിയൊരു കംപ്ലൈൻ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. പിന്നെ Type-C ചാർജിംഗ് പോർട്ട് ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. എന്തായാലും ബാറ്ററിയുടെ കാര്യം നമ്മൾ ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ബെസ്റ്റാണ് എന്ന് പറയാൻ പറ്റില്ല. എന്നാലും തരക്കേടില്ല എന്ന് പറയാം. ഇനി ക്യാമറയുടെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. 13 MP മെയിൻ ക്യാമറ സെൻസറാണ് ഈ ഫോണിൽ വരുന്നത്. ബാക്കി 2 സെൻസേഴ്സിനെ പറ്റിയിട്ടൊന്നും അവർ പറഞ്ഞിട്ടില്ല. മിക്കവാറും AI ലെൻസും കാര്യങ്ങളൊക്കെ ആയിരിക്കും. വലിയ യൂസ് ഒന്നും ഇല്ലാത്ത സെൻസേഴ്സ് ആയിരിക്കാൻ തന്നെയാണ് സാധ്യത. അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതൊക്കെ അവർ മെൻഷൻ ചെയ്തേനെ. എന്തായാലും ഈ ഒരു പ്രൈസ് റേഞ്ചിലൊന്നും അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും നമുക്ക് എക്സ്പെക്ട് ചെയ്യാനും പറ്റില്ല. പിന്നെ ഫ്രണ്ടിൽ 8 MP സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. ഓൺ പേപ്പർ ക്യാമറ സ്പെസിഫിക്കേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തരക്കേടില്ലാത്ത ഓൺ പേപ്പർ ക്യാമറ സ്പെസിഫിക്കേഷൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ Android 12 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് ഈ ഫോണിൽ വരുന്നത്. ഇനി പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഒരു ഫോണിൽ mediatekൻ്റെ helio G37 എന്ന പ്രോസസ്സർ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് ബെസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സറാണ് എന്നൊന്നും പറയാൻ പറ്റില്ല. എന്നാലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തരക്കേടില്ലാത്തൊരു പ്രോസസ്സർ എന്നൊക്കെ പറയാം. അപ്പം അതും തരക്കേടില്ലാത്ത ഫീച്ചേഴ്സിൻ്റെ ലിസ്റ്റിൽ നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. പിന്നെ 5G സപ്പോർട്ട് ചെയ്യുന്നില്ല. മാക്സിമം 4G സപ്പോർട്ടാണ് വരുന്നത്. പിന്നെ വെർച്വൽ റാം എന്നുള്ള ഫീച്ചർ ഈ ഫോണിൽ വരുന്നുണ്ട്. അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇൻറ്റേർണൽ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് അത് റാമായിട്ട് യൂസ് ചെയ്യും. അങ്ങനെ 3 GB റാം വരെ എക്സ്ട്രാ ലഭിക്കുന്നതായിരിക്കും. 3.5 മോഡിയോ ജാക്ക് ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഫോണിൻ്റെ ബാക്കിലാണ് വരുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ സാധാരണ ഫിംഗർ പ്രിൻറ്റ് സെൻസറും കാര്യങ്ങളൊക്കെ മിക്ക ഫോണുകളിലും കിട്ടാറുണ്ട്. പിന്നെ ഫോണിൻ്റെ ബാക്കിൽ ഒരു ഗ്ലാസ് ബാക്ക് ഡിസൈനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി ഡിസ്പ്ലേയുടെ കാര്യം പറയുകയാണെങ്കിൽ അതും തരക്കേടില്ലാത്ത ഫീച്ചേഴ്സ് എന്ന ലിസ്റ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ്. അങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും വരുന്നില്ല. 6.5 ഇഞ്ചിൻ്റെ HD+ ഡിസ്പ്ലേ ആണ് ഈ ഫോണിൽ വരുന്നത്. LCD പാനലാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ കൂടിയ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നില്ല. 60 Hz റിഫ്രഷ് റേറ്റ് ഇതിൽ വരുന്നുള്ളൂ. അതുപോലെ തന്നെ ഫോണിൻ്റെ ഫ്രണ്ടിൽ വാട്ടർ ഡ്രോപ്പ് എന്ന് വെച്ച ഡിസൈനിൻ്റെ നോച്ചും കൊടുത്തിട്ടുണ്ട്. വളരെ ബേസിക് ആയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മാത്രമേ ഈ ഫോണിൽ വരുന്നുള്ളൂ. അങ്ങനെ എടുത്തു പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നിരാശപ്പെടുത്തി എന്നുള്ള ലിസ്റ്റിൽ കാര്യമായിട്ടൊന്നും ഉൾപ്പെടുത്തുന്നില്ല. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ വിലയുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഫോണിൻ്റെ വില വരുന്നത് 9299 രൂപയാണ്. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 9300 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഒരു ഫോണിൽ അത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഉണ്ട് എന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. തരക്കേടില്ലാത്ത ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എടുത്തു വരേണ്ട ഫീച്ചേഴ്സ് ഉള്ളതായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ജസ്റ്റ് ആവറേജ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് വരുന്നുണ്ട്, അത്രേ ഉള്ളൂ. എന്തായാലും ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.